നമസ്കാരം. യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തി യുവാവ്. എന്നിട്ട് മണിക്കൂറുകൾക്ക് മുൻപ് താൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ആത്മാവിനോട് മാപ്പിരന്നു. ഇൻഡോറിലെ ദ്വാരകാപുരിയിൽ നടന്ന MBA വിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പീയൂഷ് ദാംനോട്ടിയ എന്ന പ്രതിയുടെ ഞെട്ടിക്കുന്ന ചെയ്തികളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് ഈ ഭീകര വിവരങ്ങൾ അന്വേഷണ സംഘം ചോർത്തി പുറത്തെത്തിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധ്യപ്രദേശ് ഇൻഡോറിലെ വീട്ടിൽ നിന്നും ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. ഫെബ്രുവരി 10-ന് പീയൂഷും പെൺകുട്ടിയും ആ വീട്ടിലേക്ക് ഒരുമിച്ച് കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം ഒരു ബാഗുമായി പീയൂഷ് തനിച്ച് പുറത്തേക്ക് പോകുന്നത് CCTVയിൽ പതിഞ്ഞിരുന്നു. ആ വീടിന്റെ അകത്ത് നടന്നത് ആസൂത്രിതമായ ഒരു കൊലപാതകമായിരുന്നു എന്ന് പോലീസ് പറയുന്നു. കളക്ടറേറ്റിനടുത്ത് അച്ഛൻ ഇറക്കിവിടുമ്പോൾ ആധാർ കാർഡ് തിരുത്താനാണ് താൻ പോകുന്നതെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞിരുന്നത്. എന്നാൽ അവിടെ നിന്നും നേരെ പോയത് സഹപാഠിയായ പീയൂഷ് ദാംനോട്ടിയയ്ക്കൊപ്പമായിരുന്നു, അതും ഒരു പിറന്നാൾ പാർട്ടിക്ക് വേണ്ടി. പിന്നീട് നടന്നത് ആരും സങ്കല്പിക്കാത്ത ക്രൂരതയുടെ ആഴങ്ങളായിരുന്നു. മുറിയിൽ വെച്ച് പീയൂഷ് ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചെങ്കിലും അവശതയുണ്ടെന്ന് പറഞ്ഞ് പെൺകുട്ടി അത് നിരസിച്ചു. എന്നാൽ വാക്കുകൾക്ക് പീയൂഷിന്റെ ക്രൂര മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞില്ല. അയാൾ അവളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗത്തിന് ശേഷം അപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയ കയറുകൾ ഉപയോഗിച്ച് അവളുടെ കൈകാലുകൾ കെട്ടിയിട്ടു. കണ്ണിൽ തുണി കൊണ്ട് കെട്ടി. ഒരു സമ്മാനം തരാൻ പോകുന്നു എന്ന് വിശ്വസിപ്പിച്ചു. യുവതി വീണ്ടും ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ അവളുടെ വായിൽ തുണി തിരുകി. പിന്നീട് നെഞ്ചത്ത് കയറി ഇരുന്നു. ബോധം കെടുത്തുന്നതുവരെ ശ്വാസം മുട്ടിച്ചു. അവൾ ശ്വാസമെടുക്കുന്നത് നിർത്തിയെന്ന് മനസ്സിലായപ്പോൾ നെഞ്ചിനകത്തേക്ക് ശക്തിയിൽ കുത്തി. ആ കത്തി വരെ ഒടിഞ്ഞു പോയിരുന്നു. യുവതിയെ കൊന്ന ശേഷവും പീയൂഷ് ആ മുറിയിൽ തന്നെ തുടർന്നു. പിന്നീട് പുറത്തിറങ്ങി ഒരു മദ്യക്കടയിൽ നിന്ന് ബിയർ വാങ്ങി തിരികെ വന്നു. നിർജീവമായ അവളുടെ ശരീരത്തിനരികിലിരുന്ന് അയാൾ മദ്യപിച്ചു. വസ്ത്രങ്ങൾ മാറ്റി രക്ഷപ്പെടുന്നതിന് മുമ്പ് നിർവികാരനായ അയാൾ ആ ശരീരത്തെ പിന്നീടും ലൈംഗികമായി അതിക്രമിച്ചു. പിന്നീട് മൃതദേഹം നഗ്നയാക്കി ഉപേക്ഷിച്ചു. ഇതെല്ലാം ചോദ്യം ചെയ്യലിൽ പീയൂഷ് സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ ആത്മാവിനെ വിളിച്ചു വരുത്താൻ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്തുവെന്നും അതിനുശേഷം പെൺകുട്ടിയോട് മാപ്പ് പറയുകയാണ് ഉണ്ടായതെന്നും ഇയാൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണോ സംഭവിച്ചത്? എന്ത് തരത്തിലുള്ള പ്രകോപനമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വേണ്ടിവരും. പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ കണ്ടെത്തും എന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു.